ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ ശബരിമലയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശബരിമലയിലെ തീർത്ഥാടനം 24-25 വർഷങ്ങളിലെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിൽ എമർജൻസി ആയിട്ട് അവർ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമ്പിലേക്ക്, സെൻറ്ററുകളിലേക്ക് ഡെയിലി വേജിന് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്ന. ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ശബരിമലയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ശബരിമല തീർത്ഥാടന 2024-25 സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിലേക്ക് സ്ഥാപിക്കുന്ന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളിലേക്ക് ദിവസവേതനത്തിൽ സാങ്കേതിക പ്രവർത്തകരെ നിയമിക്കുന്നു. ആ ഒരു പേജ് സ്ക്രോൾ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ അവരോടെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വരാനുള്ള റീസണും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പറും നൽകിയിട്ടുണ്ട്. EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. EOC എന്ന് പറയുന്നത് എമർജൻസി ഓപ്പറേഷണൽ സെൻറ്റേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള സെൻറ്ററാണ്. അപ്പോൾ ഇതിലേക്കാണ് ഇപ്പോൾ നിയമനം വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 40-നും മധ്യപ്രായമുള്ളവരായിരിക്കണം. 21 തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 21 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. അപേക്ഷകർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ഓർ ഡിപ്ലോമ ഓർ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയോ അതല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ PG ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒപ്പം അവർ സൂചിപ്പിക്കുന്നുണ്ട് GPS അല്ലെങ്കിൽ GIS, HAM, റേഡിയോ, വയർലെസ്, സ്ട്രീറ്റ് ലൈറ്റ്, ഫോൺ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള, അതായത് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജസ് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ആ ലാംഗ്വേജസിലൊക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ സെലക്ഷന് ടൈമിൽ ഈ ഒരു ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിന് താഴേറ്റ് വരുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് വഴിയെ പറയാം. അപ്പോൾ അത് അറിയുന്നവരാണെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഡെയിലി വേജ് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് 1000 രൂപയാണ്. അതായത് മാസം 30,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സാലറി വരുന്നുണ്ട്. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ആയിട്ടൊക്കെ വർക്ക് വരുന്നതാണ്. അതുപോലെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ വോളണ്ടിയറായിട്ട് ഒക്കെ സാമൂഹിക സന്നദ്ധ സേനയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡ് വർക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/10/2024, അതായത് ഒക്ടോബർ 3-ാം തീയതി വരെയാണ്. വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനലല്ല, അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും PCC അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കേണ്ടതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ താഴെ നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. അതിൻ്റെ അപേക്ഷയുടെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് അവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ. അതുപോലെ തന്നെ ഈ താഴെയായിട്ട് ഈ കാണുന്നത് ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം, അത് നിർബന്ധമാണ്. ഇതാണ് നിങ്ങൾക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ് ഉള്ളവർ ആ ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, കൂടെ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൂടിയിട്ടുള്ള അപേക്ഷയാണ്. അയക്കേണ്ട ഒരു അഡ്രസ്സാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു അഡ്രസ്സിൽ അയച്ച് ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ജോലികൾക്കായി കാത്തിരുന്നവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ജോബ് ഇൻഫർമേഷൻസ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്